അവരെ ദോഷം ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പുറത്ത് മാപ്പ് ചെയ്യുന്നു. അവരെ ഈ കുഞ്ഞിന്റെ കൂടെ സ്വർഗത്തിൽ നിർത്തിക്കൊടുക്കണമെന്ന് അള്ളാഹു മലക്കുകൾക്ക് ഉത്തരവ് കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ബാപ്പയെയും ഉമ്മയെയും സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ ഈ കുട്ടി മതി. ഇനി മാതാപിതാക്കൾ നേരത്തെ സ്വർഗത്തിലാണെങ്കിലോ ഈ കുഞ്ഞിനെ പോലെ തന്നെ മാതാപിതാക്കൾ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാവുന്ന സുഹൃതം ചെയ്തവരാണെങ്കിലോ ഈ നല്ല പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഗണത്തിൽപ്പെടും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഭൂമിയിൽ തഴുവത്തിനെ പോലെ പ്രാധാന്യമുള്ള മറ്റൊരു സംഗതി. അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞ ബല്ലിഉ അന്നി വലൗ ആയ എന്ന ആ പരിശുദ്ധമായ ഹദീസ് ആമുഖമായി സൂചിപ്പിച്ചത്. ദീനീ തഴുവത്തിനെ പോലെ പടച്ചറപ്പ് ഇഷ്ടപ്പെട്ടൊരു പണി വേറൊന്നില്ല. ജനങ്ങൾക്ക് വല്ലതും പഠിപ്പിച്ചു കൊടുക്കുന്ന മജ്ലിസ് സംഘടിപ്പിക്കുക. ഇബാദത്തിന്റെ മജ്ലിസിനേക്കാൾ പ്രധാനമാണ് ഇൽമിന്റെ മജ്ലിസ് എന്ന്. നമ്മുടെ ഇവിടെ വന്ന് ഇരിക്കുന്നതിനൊക്കെ പ്രതിഫലം കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനം ഏറ്റവും വലിയ ഇബാദത്താണ്. ഈ ഇബാദത്തിന് കളമൊരുക്കിയവരാരാവട്ടെ അവരൊക്കെ പുണ്യം ചെയ്തവരാണ്. അവർക്ക് മുഴുവൻ പടച്ചറപ്പിന്റെ പ്രതിഫലം ലഭ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയുള്ള മാതാപിതാക്കളാണെങ്കിൽ പോലും ആ മാതാപിതാക്കൾക്ക് പടച്ചറപ്പ് ചെയ്തു കൊടുക്കുന്ന ഗുണമാണ് അൽഹഖനാ ബിഹിം ദുർരിയത്തുഹും. ആ കുഞ്ഞുങ്ങളെ ശരിക്കും അവരുടെ കൂടെ കൂട്ടിക്കൊടുക്കും. നമ്മളിപ്പോ മരിച്ചു പിരിഞ്ഞ് സ്വർഗത്തിൽ നമുക്ക് സ്വർഗം കിട്ടിയെന്ന് വിചാരിക്കും. നമ്മൾ അള്ളാഹുവിന്റെ പരലോകത്ത് സ്വർഗത്തിൽ എത്തിയെന്ന് തന്നെ ഇരിക്കും. പക്ഷെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ കൂടെ വേണം. നമ്മളിൽ ആരെങ്കിലും ഒരാൾക്ക് വലിയൊരു സൗഭാഗ്യം കിട്ടിയെന്നിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഭൂമിയിലെ അവസ്ഥ നോക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം കിട്ടിയെന്നിരിക്കും. എന്തെങ്കിലും നമുക്ക് വലിയൊരു സന്തോഷം, ആ സന്തോഷം നമ്മൾ ആദ്യം നമ്മുടെ വീട്ടുകാരുമായി പങ്കുവെക്കുമല്ലോ. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുമായി പങ്കുവെക്കുമ്പോഴേ അതൊരു സന്തോഷമാവും. നമ്മൾ ഒറ്റയ്ക്ക് വിജനമായ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും എത്തിപ്പെട്ടു, നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ കിട്ടി, സകല നിയമത്തും നമുക്ക് തന്നു, നമ്മൾ ഒറ്റയാണ്. ഒരാളോടും നമുക്ക് ആ സൗകര്യം പങ്കുവെക്കാനില്ല. ഒരാളും അത് കാണാനും ആസ്വദിക്കാനും അഭിപ്രായം പറയാനും ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സന്തോഷം കൊണ്ട് എന്താ മനുഷ്യനുണ്ടാവുക? ആ മനുഷ്യന് യാതൊരു സന്തോഷം ഉണ്ടാവില്ലല്ലോ. അവനെ സംബന്ധിച്ചിടത്തോളം അത് മുഴുവൻ ഒരു ഭാരമായിട്ടാ തോന്നുക. നേരെ മറിച്ച് അവനത് പങ്കുവെക്കാനും മറ്റുള്ളവർക്ക് മുമ്പിൽ പറയാനും ആസ്വദിക്കാനുമുള്ള മനുഷ്യ സഹജമായ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടാലോ, ആ അവസ്ഥ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവനതിന് ശരിക്കും സന്തോഷം ആസ്വദിക്കാൻ പറയും. സന്തോഷം ശരിക്കും ഉണ്ടായാൽ പോലെ അത് ആസ്വദിക്കാൻ കഴിയണം. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾ മരിച്ചു പിരിഞ്ഞ് സ്വർഗലോകത്ത് ചെന്നാൽ നമ്മുടെ മക്കളെയും നമ്മളെ ബന്ധപ്പെട്ടവരെയും മുഴുവൻ പടച്ചടപ്പ് നമുക്ക് കൂട്ടിച്ചേർത്ത് അത് അള്ളാഹു അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. മാത്രമല്ല ആ മക്കളും കുട്ടികളും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആഖിറത്തിലെ ജീവിതത്തെ കുറിച്ച് പറയുന്നു. അള്ളാഹു വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ കുടുംബത്തോടൊപ്പം കൂടി ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഏത് മാംസവും ഏത് പഴവും ആവശ്യമുള്ളതെന്തോ നിങ്ങൾക്ക് വാങ്ങുവാനും ഭുജിക്കുവാനും പടച്ചറപ്പ് അവസരം തരുന്നു. ദുനിയാവിൽ വെച്ച് പടച്ചറപ്പിനെ ധിക്കരിക്കാത്തവൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഭൂമിയിൽ വെച്ച് പടച്ചറപ്പിനെ മോശപ്പെടുത്താത്തവൻ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് വൃത്തികേട് ചെയ്യാത്ത മനുഷ്യനുണ്ടോ ആ മനുഷ്യന് പടച്ചറപ്പ് ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങളാണ്. എല്ലാ സൗകര്യങ്ങളും പടച്ചറപ്പ് ആഖിറത്തവന് കൊടുക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൂറിൽ വളരെ മനോഹരമായി നാളെ പരലോകത്ത് നമ്മൾ ആസ്വദിക്കാനിരിക്കുന്ന ഗുണത്തെക്കുറിച്ച് പറയുന്നു. മരിച്ചു പിരിഞ്ഞു പോയ നല്ല കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നിച്ചിരുന്നുകൊണ്ട് സന്തോഷിക്കുന്ന സന്തോഷമാണ് പറയുന്നത്. ഒറ്റക്കുള്ള സന്തോഷത്തെക്കുറിച്ചല്ല ഖുർആനാ പറയുന്നത്. യതനാസഊന ഫീഹാ കഅസാ, അവർ നല്ല മദ്യശശകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ദുനിയാവിൽ വെച്ച് മദ്യം കഴിക്കാത്തവൻ, അല്ലാഹു ഹറാമാക്കിയ വൃത്തികെട്ട പ്രവർത്തനം ഇവിടെ വെച്ച് ചെയ്യാത്തവൻ, അവൻ നാളെ മരിച്ചു പിരിഞ്ഞ് സ്വർഗത്തിൽ ചെന്നാൽ യതനാസഊന ഫീഹാ കഅസൻ ലാ ലഅവം ഫീഹാ വലാ തഗ്തീം, അനാവശ്യ സംസാരമോ പാപമോ വൃത്തികെട്ട പ്രവർത്തനങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. മദ്യശശകങ്ങൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. നാളെ പരലോകത്ത് ചെന്നുകൊണ്ട് സ്വർഗലോകത്തിൽ പടച്ചറപ്പ് നമുക്ക് ഒരുക്കി വെച്ച മദ്യമുണ്ട്. ഭൂമിയിൽ മദ്യം കഴിക്കാത്തവനത് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അത് കുടുംബത്തോടൊപ്പം ഇരുന്നുകൊണ്ട് പരസ്പരം കൈമാറി കഴിക്കും. മാത്രമല്ല അവർക്ക് പടച്ചറപ്പ് നൽകുന്ന സന്തോഷം ഖുർആൻ പറഞ്ഞു. വയതൂഫൂന അലൈഹിം ഇൽമാനുൻ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ, മറച്ചു വെക്കപ്പെട്ട മുത്തുപോലുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ അവരെ സേവകന്മാരായി അവർക്ക് ചുറ്റുമിങ്ങനെ നടക്കും.
അവർക്ക് എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കാൻ, ആവശ്യമുള്ളത് കൊണ്ടുവന്ന് കൊടുക്കാൻ, അവരെ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കാൻ നല്ല കൊച്ചു കുട്ടികൾ അവർക്ക് വേണ്ടി സൗകര്യപ്രദമായ സേവനത്തിന് ആ സമയത്ത് ആ സന്ദർഭത്തിൽ സ്വർഗത്തിൽ കുടുംബസമേതം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആ ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ ചിലരങ്ങോട്ടും ഇങ്ങോട്ടും ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിൽപ്പെട്ട ഒരു ചോദ്യം പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. എന്താണ് ആ പറഞ്ഞ മറുപടി? അവര് പരസ്പരം ചോദിക്കും, എങ്ങനെയാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭ്യമായത്? എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര വലിയ സൗകര്യം പടച്ചിറപ്പ് ചെയ്തു തന്നത്? അതിന്റെ കാരണം ഖാലൂ, അവര് പറയും, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നമ്മൾ പണ്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പടച്ചിറപ്പിനെ പേടിച്ച് ജീവിച്ചവരാണല്ലോ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചവരാണ് നമ്മൾ. ആദ്യം പറഞ്ഞ ആയത്തിൽ പറഞ്ഞില്ലേ, ഫഅഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതസാഅലൂൻ. എങ്ങനെയാണ് നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ പടച്ചിറപ്പ് ചെയ്തു തന്നത്? നാളെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ പരലോക ജീവിതത്തിൽ നമ്മൾ ഇരിക്കുമ്പോ, ഉഖർവിയായ ലോകത്ത് നമ്മൾ സന്തോഷം കൊണ്ട് ഇരിക്കുമ്പോ സ്വയം ചോദിച്ചു പോകും, പടച്ചവനെ ഇത്ര വലിയ നിഅമത്തൊക്കെ നീ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തന്നത്? മരിച്ചുപോയ കുഞ്ഞുങ്ങളെ ഞങ്ങളെ കൂടെ കൂട്ടി തന്നു, മരിച്ചുപോയ വാപ്പാനെ ഞങ്ങളെ കൂടെ കൂട്ടി തന്നു, മരിച്ചുപോയ ഭാര്യയെ നമ്മുടെ കൂടെ ചേർത്ത് തന്നു. ആ കുടുംബത്തിന്റെ സന്തോഷം പങ്കുവെക്കുമ്പോ സേവകന്മാരായി കൊച്ചുകുട്ടികൾ അവിടെ, നല്ല ഭക്ഷണങ്ങൾ, നല്ല പഴങ്ങൾ, എല്ലാ സൗകര്യങ്ങളും നീ ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് റബ്ബേ ഞങ്ങളെ ഇത്ര നീ അനുഗ്രഹിച്ചു? അപ്പോഴാണ് അതിന്റെ മറുപടി അവർ തന്നെ കണ്ടെത്തുന്നത്, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഈ ദുനിയാവിൽ വെച്ച് പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചവരാണ് നമ്മൾ. അല്ലാഹ് വിചാരിക്കുന്ന, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ജീവിതം അഥവാ പടച്ച റബ്ബ് നമുക്ക് പറഞ്ഞു തന്ന ഒരു ജീവിതമുണ്ട്. റബ്ബ് വിചാരിച്ചതുപോലെ ഭൂമിയിൽ നമ്മൾ നടക്കുന്നു. അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുടുംബവും കുടുംബജീവിതവും കെട്ടിപ്പടുത്തവരാണ് നമ്മൾ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പടച്ചറബ് നമുക്ക് ഈ അനുഗ്രഹം ചെയ്ത് പലരുമത നരകത്തിൽ, എത്രയോ ആളുകൾ നരകത്തിൽ കിടന്നുകൊണ്ട് നരകത്തിൽ നിന്ന് അട്ടഹാസം കേൾക്കാം. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. ഫമന്നല്ലാഹു അലൈനാ, നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവ് പടച്ചറബ് നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തു. വവഖാനാ, പടച്ചറബ് നമ്മളെ കാത്തു. അദാബസ്സമൂം, നരകത്തെ തൊട്ട് പടച്ചറബ് നമ്മളെ കാത്തിരിക്കുന്നു. അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താ കാരണം? എന്താ പടച്ചോൻ അനുഗ്രഹിക്കാൻ കാരണം? മറ്റൊന്നുമല്ല, ഭൂമുഖത്ത് വെച്ച് നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ മഹിമ. ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്ത പ്രവർത്തനം, ഇപ്പൊ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം മഹിമയാണോ, അതോ നമ്മൾ ദുനിയാവിൽ വെച്ച് ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണോ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന ചിന്തയില്ലാത്ത പോലെയല്ലേ എന്ന് മനുഷ്യന്മാരൊക്കെ നടക്കുന്നത്. ഒരു മനുഷ്യനും മരിച്ചു പിരിഞ്ഞ് പടച്ചോനെ കാണണം എന്നുള്ള പേടിയില്ലല്ലോ. അള്ളാഹുവിനെ കാണണമെന്ന ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന മനുഷ്യന്മാരാരെ നമ്മുടെ കൂട്ടത്തിലുള്ളത്? ദുനിയാവിലെ ജീവിതം വിറ്റുകൊണ്ട് പരലോക ജീവിതം വാങ്ങിയ ആളുകളാണ് മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ മുഴുവൻ. നമ്മൾ പാകെ പടച്ചറബിനെ പേടിക്കുന്ന പേടി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു പടച്ചോനെ പേടിയിലുള്ളൂ നമുക്ക്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യന്മാർ തന്നെ പല ശ്രേണിയിലാണെന്ന് തസൂഫിന്റെ കിതാബ് പറയുന്നത്. പല ശ്രേണിയിലാണ് അള്ളാഹിനെ പേടിക്കുന്ന മനുഷ്യന്മാർ, പല പല ശ്രേണിയിലാണ്. തസൂഫിന്റെ കിതാബ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ പേടിക്കുന്ന മനുഷ്യന്റെ ശ്രേണിയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ദുനിയാവല്ല ആഖിറമാണ് ജീവിതമെന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾക്കൊക്കെ പടച്ച റബ്ബിനെ പേടി. പക്ഷെ നമ്മൾ പടച്ചോനെ പേടിക്കുന്നതിന്റെ പരിധി എത്ര? നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക്. തസൂഫിന്റെ കിതാബിലൊക്കെ കാണാം, ഖൗഫുൽ ആമത്തി വഖൗഫുൽ ഖാസത്തി വഖൗഫു ഖാസത്തിൽ ഖാസത്തി. എന്താണ് പറഞ്ഞ തരംതിരിവൊക്കെ? ആ തരംതിരിവിനെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണല്ലോ. തസൂഫിന്റെ കിതാബ് പഠിക്കുമ്പോൾ കാണാം, ഖൗഫുൽ ആമത്തി, സാധാരണക്കാരന്റെ പടച്ചോനെ പേടി. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സദസ്സിലിരിക്കുന്ന നമ്മളാകുന്ന സാധാരണ മനുഷ്യന്മാരെ പടച്ചോനെ പേടി. നമ്മളാകെ പടച്ചറബിനെ പേടിക്കുന്ന പേടി എന്താ? ഖൗഫുൽ ആമത്തി, സാധാരണക്കാരന്റെ പടച്ചറബിന്റെ പേടി. നമ്മൾ പടച്ചറബിനെ ഭയപ്പെടുന്നത് ഖൗഫുൽ ഇഖാബ് വഫവാതു സവാബ്. നമ്മളെ ആകെ പേടിയതാ ഖൗഫുൽ ഇഖാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളെ ശിക്ഷിക്കുമോ എന്നൊരു പേടി നമുക്കുണ്ട്. നരകത്തിലിടുമോ എന്നൊരു പേടി നമുക്കുണ്ട്. ശരിയാ. വഫവാതു സവാബ്, പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി നമുക്കുണ്ട്. പ്രതിഫലം നഷ്ടപ്പെടുക എന്നാൽ നമ്മൾ കുറെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ കൂലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി നമുക്ക്. നമ്മൾക്ക് സ്വർഗം കിട്ടണം എന്നാണ് നമ്മളൊക്കെ ചെയ്തപ്പോ നമ്മളെ മനസ്സ് പറയുന്നത്. അപ്പൊ സ്വർഗം നമുക്ക് കിട്ടണം, നരകം നമ്മൾക്ക് വരരുത്. ഈ ഒരു ഭയം ഈ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ പടച്ചറപ്പുണ്ടാക്കിയിട്ടുണ്ട്.
ഒരു പരിധിവരെ ആളുകളുടെ മനസ്സിലതിന്റെ അതാണ് സാധാരണക്കാരന്റെ പടച്ചോനെ പേടി എന്ന് പറയുന്നത്. നമ്മളൊക്കെ പടച്ചറപ്പിനെ പേടിക്കുന്നതിന്റെ അതാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നു ഇത് തന്നെ വലിയ പടച്ചോനെ പേടിയിട്ടാണ്, ഇത് മാത്രം മതി പടച്ചറപ്പിനെ പേടിക്കലെന്ന നമ്മുടെ ചിന്ത, ഇതിനപ്പുറം ഇല്ല എന്ന നമ്മുടെ ധാരണ. എന്നാൽ നമ്മളെക്കാളേറെ പടച്ചറപ്പിനെ പേടിക്കുന്ന മഹാന്മാരുണ്ട്. അവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന യഥാർത്ഥ അടിമകൾ. ആ യഥാർത്ഥ അടിമകൾ ഖാസായ അടിമകൾ. അവരെ കുറിച്ച് തസൗഫിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞെന്താ? അവരെ കുറിച്ച് തസൗഫിന്റെ കിതാബിലൊക്കെ പറഞ്ഞത് വളരെ ഗൗരവത്തോടുകൂടി അവർ പടച്ചറപ്പിനെ പേടിക്കുന്നു. ഖൗഫുൽ ഖാസത്തി ഖൗഫുൽ ഇതാബി വ ഫമാതുൽ ഇഖ്തിറാബി. എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? ശരിക്കും നമ്മൾ തരംതിരിച്ച് മനസ്സിലാക്കണം. ഞാനും നിങ്ങളും പടച്ചോനെ പേടിക്കുന്നത് ആകെ പടച്ചറപ്പ് നമ്മളെ നരകത്തിലിടുവോ സ്വർഗം കിട്ടൂലെന്നുള്ള പേടിയുള്ളൂ. അതിനപ്പുറം നമുക്കൊന്നുമില്ല. നേരെ മറിച്ച് മഹാന്മാര് പടച്ചറപ്പിനെ പേടിക്കുന്നതോ ഖൗഫുൽ ഇതാബ്. ഇതാബ് എന്ന് പറഞ്ഞാൽ ഇഖാബല്ല, രണ്ടും രണ്ടാ. ഇതാബ് എന്ന് പറഞ്ഞാൽ ആക്ഷേപം. നാളെ മരിച്ചു ചെന്നിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഛേ എന്ന് പറയുന്ന ഒരു പണി കിട്ടാൻ പാടില്ല. രേഖ കൊണ്ട് വായിക്കുന്ന സമയത്ത് ഛേ എന്ന് പറയുന്ന ഒരു പണി അവിടെ ഉണ്ടാകാൻ പാടില്ല. ഒരു ചെറിയ കറാഹത്തിന്റെ അംശം പോലും നമുക്കറിയില്ല. മഹാനായ റഈസുൽ മുഹഖിഖീൻ ജീവിച്ചിരുന്ന കണ്ണിയത്ത് ഉസ്താദിനെ പോലെ നവറല്ലാഹു മർക്കദ, അങ്ങനത്തെ വലിയ മഹത്വം ഛേ എന്ന് പറയപ്പെടുന്ന ഒരു ശഹാബതങ്ങളൊക്കെ നമുക്കറിയാലോ. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കും പ്രവർത്തനം അവർ ചെയ്യില്ല. അങ്ങനെയുള്ള മഹത്വക്കളെ പടച്ചറപ്പ് ആദരിക്കും. അവർക്ക് ഭൂമിയിൽ കബൂലിയത്ത് കൊടുക്കും. പടച്ചറപ്പ് അവരെ ആദരിക്കും. അങ്ങനത്തെ മഹത്വക്കൾ അവര് ഖൗഫുൽ ഇതാബ്, പടച്ച റബ്ബിന്റെ മുമ്പിൽ ആക്ഷേപാർഹമായ പ്രവർത്തനം സംഭവിക്കരുത്, അതാണ് അവരെ പേടി. പടച്ചോനെ അങ്ങനെ വല്ലതും വരുമോ? അങ്ങനെ സംഭവിച്ചാൽ ഫവാത്തുൽ ഇഖ്തിറാബ്, അള്ളാഹുമായുള്ള സാമീപ്യം നഷ്ടപ്പെട്ടു. അവർക്ക് പടച്ച റബ്ബായിട്ട് ഒരു സാമീപ്യം. എന്താ സാമീപ്യം? അവരെന്തെങ്കിലും ഒരു കാര്യം പടച്ചവനോട് ചോദിച്ചാൽ അത് നടക്കും. അള്ളാഹുമായിട്ട് അവർക്ക് വല്ലാത്തൊരു ബന്ധം. ആ ബന്ധം ചില ആളുകൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടാവും. കാരണം നല്ല മനസ്സ്, നല്ല പ്രവർത്തനം. ഈ കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മളത് കാണുന്നത്. ആ കുട്ടിയുടെ മനനാനന്തരം ഉണ്ടായ ചില സ്വപ്നങ്ങളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ പലർക്കും അത് പറയാം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുമായി അടുപ്പമുള്ള ചില അടിമകൾ, അത് കൽബിന്റെ തെളിച്ചം കൊണ്ട് അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. മനസ്സിങ്ങനെ തെളിച്ച് തെറ്റൊന്നും ചെയ്യാത്ത നല്ല മനസ്സാണെങ്കിൽ പടച്ചറപ്പിലേക്ക് വെറുതെ നടത്തും. അങ്ങനെ അടുത്ത പടച്ചറപ്പിനോട് അടുത്ത മഹത്തുക്കൾ അവർ പടച്ചോനെ പഠിക്കുന്നത് ഈ അടുപ്പം നഷ്ടപ്പെടാൻ പാടില്ല. ആ അടുപ്പം നഷ്ടപ്പെടത്തക്ക വിധത്തിലുള്ള യാതൊരു തരത്തിലുള്ള അദബുകേടും സംഭവിച്ചു പോകാൻ പാടില്ല. ഇതാണ് ഖാസായ അടിമകളുടെ പടച്ചറപ്പിനെ പേടി. അതും നമ്മൾ എത്ര വ്യത്യാസമുണ്ട്. എന്നാൽ അതിനേക്കാളേറെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന വലിയ മഹത്തുക്കളുണ്ട്. ആ വലിയ മഹത്തുക്കൾ ഇവിടെ ജീവിച്ചു പോയ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാഹിനെ പോലത്തെ ആളുകൾ പടച്ചറപ്പിനെ ശരിക്കും പേടിക്കുന്ന മഹാന്മാരാണ്. അവര് പടച്ചറപ്പിനെ പേടിക്കുന്ന പേടി എങ്ങനെയെന്നറിയാം? അവരുടെ മനസ്സിലുള്ള പടച്ചറപ്പിനെ പേടി ഖൗഫുൽ ഇഹ്തിജാബ്. ഒരു ഹിജാബ്, ഒരു മറ വരുമോ എന്ന് അവർക്ക് പേടി. പടച്ചറപ്പും അവരും ഇടയിൽ ഒരു മറ വരുമോ? ബിഉറൂദി സൂഇൽ അദബി, അദബുകേട് സംഭവിച്ചാൽ, മനസ്സിലെ ചിന്ത കൊണ്ടൊരു അദബുകേട് വന്നു പോയാൽ പടച്ചോനും ഇവരും തമ്മിലൊരു മറ വരുമോ? എന്താ അങ്ങനെ? അവരെ മനസ്സിന്റെ പരമാവധി ആഗ്രഹം അവർക്ക് പടച്ചറപ്പിനെ കാണണം എന്നുള്ളതാണ്. അവർക്ക് ശരിക്കും പടച്ചറപ്പിനെ കാണണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ശരിക്കും അവർക്ക് കാണണം. കാരണം മരിച്ചു ചെന്നിട്ട് പടച്ച റബ്ബ് മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് അവനെ കാണലാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ മനുഷ്യർക്ക് പലതരം സന്തോഷങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല സന്തോഷം കിട്ടും. ചില ആളുകൾക്ക് എന്തെങ്കിലും കൗതുകകരമായ ഫുട്ബോളോ സിനിമയോ മറ്റ് ആനന്ദകരമായ വല്ലതും കണ്ടാൽ സന്തോഷം കിട്ടും. ചിലക്ക് നല്ല സംഗീതം കേട്ടാൽ നല്ല സന്തോഷം കിട്ടും. ചിലക്ക് കുടുംബജീവിതത്തിൽ നല്ല സന്തോഷമുണ്ട്. മനുഷ്യന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പലതാണ്. പക്ഷെ അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന സന്തോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം അള്ളാഹു എന്ന അവന്റെ ദാത്തിനെ കാണിച്ചു കൊടുക്കലാണ്. അള്ളാഹുവിന്റെ ദാത്തിനെ പടച്ചറപ്പ് കാണിച്ചു കൊടുത്താൽ അതിനേക്കാളും വലിയൊരു സന്തോഷം വേറൊന്നുമില്ല. അത് പിന്നീട് വിശദീകരിക്കാൻ നോമ്പിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അത് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരടിമക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്തിൽ ലദ്ദത്തുൻ നദരി ഇലാ വജ്ഹിൽ കരീം, അള്ളാഹനെ കാണണം. അള്ളാഹുവിനെ കണ്ടാൽ മറ്റു സന്തോഷമൊന്നും മനുഷ്യന് സന്തോഷാവൂല. ആ സൗഭാഗ്യം പടച്ചറപ്പ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അതിന് ഈമാൻ കാമിലാകും. ഈമാൻ കാമിലായ മനുഷ്യനെ പടച്ചറപ്പ് കൊടുക്കും. അള്ളാഹുവിന്റെ മഹത്വങ്ങൾ മുഴുവൻ ആഗ്രഹിച്ചാതാ അവര് പടച്ചറപ്പിനെ പേടിക്കുന്നത് ഇതിനൊരു തടസ്സം വരുമോ എന്നുള്ളതാണ്. അപ്പൊ അവരെ മനസ്സിൽ ചിന്ത കൊണ്ട് പോലും ഒന്നും ഉണ്ടാവില്ല. ഈ മൂന്ന് ശ്രേണിയെ നോക്ക് നിങ്ങൾ. ഒന്നാം വിഭാഗമായ നമ്മൾ വലിയ ഹറാമൊന്നും ചെയ്യാൻ പേടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മുടെ കയ്യിൽ സംഭവിച്ചൊന്നും വരാം. രണ്ടാം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കറാഹത്ത് പോലും ചെയ്യാൻ പേടിയുള്ള ആൾക്കാരാണ്. മൂന്നാം വിഭാഗത്തിലെ ആളുകൾ ചെയ്യാനല്ല ചിന്തിക്കൂല. അള്ളാഹ് എന്ന ചിന്തക്കപ്പുറം മനസ്സുകൊണ്ടൊരു അദബുകൾ ഉണ്ടാക്കൂല.
അതുകൊണ്ട് തന്നെ അവരെപ്പോഴും പറയുന്നത് എന്താ? റാബിയത്തുൽ അദവിയ ബീവി പറഞ്ഞിരുന്നൊരു വാചകമുണ്ട്, വല്ലാഹി മാ അബത്തുക ഖൗഫൻ മിന്നാ